ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധവിജ്ഞാനം കവീശ്വരകവീശ്വരവും. സർഗം 49. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ സർഗത്തിലെ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാനെ ബന്ധിച്ചു. ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചുകൊണ്ട് അതിൽ നിന്ന് മുക്തനായി. എങ്കിലും രാവണനെ കാണാനുള്ളൊരു അവസരമാണെന്ന് കരുതി അതിൽ ബദ്ധനായി. പിന്നീട് രാക്ഷസന്മാർ വന്ന് പല നാരുകളെ കൊണ്ടും തുണികളെ കൊണ്ടൊക്കെ പിടിച്ച് കെട്ടി രാവണന്റെ മുമ്പിലേക്ക് ആനയിക്കുകയാണ്. അങ്ങനെ രാക്ഷസരടിച്ചും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ അതൊന്നും അദ്ദേഹത്തിന് ഏശിയില്ല. രാവണനെ കാണാലോ എന്ന് മനസ്സിലാക്കി രാവണന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് രാക്ഷസന്മാർ ഹനുമാനെ. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഇവനോട് ചോദിക്കുക, എന്തിനാണ് ഇവൻ വന്നതെന്ന് ചോദിച്ചപ്പോൾ സുഗ്രീവന്റെ മന്ത്രിയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് ആ രാവണനെ അടുക്കൽ നിന്നങ്ങനെ കാണുകയാണ് ഹനുമാൻ. രാവണനെ നോക്കി കാണുന്ന സർഗമാണിത്. രാവണ സദസ്സിൽ ബദ്ധനായി ഹാജരാക്കപ്പെട്ട ഹനുമാൻ രാവണനെ കണ്ടത് തതസ്സകർമ്മണാതസ്യ വിസ്മിതോ ഭീമവിക്രമനായ ഹനുമാൻ തസ്യ കർമ്മണ സകർമ്മണ തസ്യ, ഇന്ദ്രജിത്തിന്റെ കർമ്മം കൊണ്ട് ആശ്ചര്യമുള്ള അയാളായി. ഇത്രയും പരാക്രമമുള്ളൊരു രാക്ഷസ യുവാവോ എന്നുള്ള മട്ടില്ല. ഹനുമാൻ ക്രോധതാമ്രാക്ഷോ, യുദ്ധത്തിന്റെ ഇത് കാരണം, യുദ്ധത്തിന്റെ ശക്തി കാരണം കണ്ണൊക്കെ ചുവന്നുണ്ട്. എന്നിട്ട് ആ ചുവന്ന കണ്ണോടുകൂടി രക്ഷോധിപം അപേക്ഷണ, രാക്ഷസ രാജാവിനെ നോക്കി കാണാം. രാവണനാകട്ടെ ധാരാളം മുത്തുകൾ പതിപ്പിച്ച പൊൻകിരീടം തലക്കൽ നിന്ന് അങ്ങനെ നോക്കി വരികയാണ്. വലിയ പൊൻകിരീടം അണിഞ്ഞിരിക്കുന്നു, ധാരാളം ആഭരണങ്ങൾ, മനസ്സിനൊത്ത് ചമച്ച, നമ്മുടെ ഇഷ്ടപ്രകാരം ഓരോന്ന് സാധാരണ രീതിയിലല്ലാണ്ട് ഉണ്ടാക്കിയ ധാരാളം ആഭരണങ്ങൾ, മുത്തും വജ്രവും കൊണ്ടൊക്കെ അലങ്കരിച്ച പൊന്നാഭരണങ്ങൾ അങ്ങനെ ധാരാളം ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നു. പല രൂപത്തിലുള്ള അംഗരാഗങ്ങൾ പൂശി ശരീരത്തിന് കാന്തിയേകാനും സൗഗന്ധിയേകാനുള്ള അംഗരാഗങ്ങളെല്ലാം പൂശിയിട്ട് വിലപിടിപ്പുള്ള പട്ടണിഞ്ഞതാ മുമ്പിൽ അങ്ങനെ രാക്ഷസ ചക്രവർത്തിയെ കാണായി. ഭയങ്കര വലിപ്പമുള്ള കണ്ണുകൾ, ചുവന്നിരിക്കുന്നു. രാവണനും ചുവന്നിരിക്കുകയാണ് കണ്ണ്. നീണ്ട ചുണ്ടുകളുടെ അരികിലൂടെ വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയേറിയ ദംഷ്ടകൾ പുറത്തേക്ക് വന്നു നിൽക്കുന്നു. ഇതൊരു മന്ദരപർവ്വതമാണ്. മന്ദരപർവ്വതത്തിൽ ധാരാളം കൊടുമുടികളുണ്ട്. ഇതൊക്കെ പലതരത്തിലുള്ള ക്രൂരജന്തുക്കള്, പാമ്പുകളൊക്കെ ധാരാളമുണ്ട്. അങ്ങനെ മന്ദരപർവ്വതത്തിന്റെ കൊടുമുടികളോടുകൂടിയ ആണോ 10 തലമായിട്ട് ഈ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പോലും സംശയിക്കാം. നീലാഞ്ജന ജയപ്രഖ്യം, നീല അഞ്ജനത്തിന്റെ കൂട്ടം, ആ മാതിരിയാണ് ശരീരം കണ്ടാൽ തോന്നുന്നത്. ഹരേണ ഉരസിരാജന എന്ന ഉരസിലോ സ്വർണ്ണ നിറത്തിലുള്ള ആഭരണങ്ങൾ ധാരാളം തിളങ്ങുന്നുണ്ട്. പൂർണ്ണചന്ദ്രാഭവക്ത്രേണ, മുഖം അങ്ങനെ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്നുണ്ട്. കട്ടനീല നിറത്തിലാണ് ശരീരം. ആഭരണങ്ങളെ കൊണ്ട് സ്വർണ്ണ നിറം ഉണ്ടേനും മുഖവും അത് പൂർണ്ണ ചന്ദ്രന്റെ മാതിരി തിളങ്ങുന്നുണ്ട്. സബാലാർക്കമിവാമ്പുതം, രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഉദയഗിരിയിൽ കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വലിയൊരു നീല നിറത്തിലുള്ള മേഘം വന്ന് സൂര്യനെ മറയ്ക്കുന്നു വിചാരിക്കാം. സൂര്യൻ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ മുകളിലേക്ക് ഉയരും. അപ്പോൾ നീല നിറത്തിലുള്ള മേഘത്തിന്റെ മുകളിൽ ശോഭിക്കുന്ന സൂര്യൻ, ആ സൂര്യനോടുകൂടി ശോഭിക്കുന്ന മേഘം മാതിരി തോന്നി. സ്വർണ്ണാഭരണങ്ങളാണ് ഇവിടെ സൂര്യനായിട്ട് കാണിക്കുന്നത്. രാവണന്റെ ശരീരം ആ നീല നിറത്തിലുള്ള മേഘം മാതിരി തോന്നിച്ചു.
എന്നാണ് പറയുന്നത്. കൈകളിൽ ചന്ദനച്ചാറ് ധാരാളം തേച്ചിരിക്കുന്നു. നല്ല വലിപ്പമുള്ള തോൾവളകൾ അണിഞ്ഞിരിക്കുന്നു. അവ കണ്ടാൽ 5 ശിരസ്സുള്ള സർപ്പങ്ങളെ മാതിരി ഇങ്ങനെ ഭണം പൊക്കി നിൽക്കുന്ന അവയാണോ എന്ന് തോന്നും തോൾവളകൾ കണ്ടാൽ. ഇരിപ്പിടമോ സ്ഫടിക നിർമ്മിതമായ വലിയ സിംഹാസനം, സ്വർണം കെട്ടി അതിൽ ഉത്തമമായ ഇരിപ്പിടം വച്ചതിൽ രാവണൻ ഇരുന്ന് അരുളുന്നു. ചുറ്റും ധാരാളം അലങ്കാരങ്ങളുള്ള പെൺകിടാങ്ങൾ നിന്ന് വെഞ്ചാമരം വീശുന്നു. തൊട്ടടുത്തായിട്ട് 4 മന്ത്രിമാര്, ദുർധരൻ, പ്രഹസ്തൻ, മഹാപാർശ്വൻ, കുംഭൻ ഇരിക്കുന്നത്. ഈ ഭൂമി 4 കടലുകളാൽ ചുറ്റപ്പെട്ട മാതിരിയാണ് തോന്നിച്ചത് ഹനുമാന്. ഭൂമിയിൽ ചതുസിന്ധുക്കളാണ് എന്നാണ് പുരാണ സങ്കല്പം. 4 കടലുകളാണുള്ളത്. ആ കടലുകളാൽ ചുറ്റപ്പെട്ട ഭൂമി മാതിരി 4 മന്ത്രിമാരാൽ ചുറ്റപ്പെട്ട രാവണൻ എന്ന പോലെ തോന്നിച്ചു. മേരുപർവ്വതത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു മഴമേഘം പോലെ രാവണൻ ആണോ എന്നുകൂടി ഹനുമാൻ തോന്നി. വലിയ പരാക്രമശാലികളായ രാക്ഷസരാൽ അടിച്ചും കുത്തിയും നോവിപ്പിക്കുന്നുണ്ടെങ്കിലും ഹനുമാൻ അതൊന്നും കൂസാതെ ആശ്ചര്യത്തോടെ ആ രാക്ഷസ ചക്രവർത്തിയെ നോക്കിക്കണ്ട് വിചാരിക്കുകയാണ്. ആ തേജപ്രഭാവം കണ്ട് ഹനുമാൻ കൂടി രാവണനെ മനസ്സാ ബഹുമാനിച്ചു. എന്നിട്ട് വിചാരിച്ചു, എന്തൊരു രൂപഗാംഭീര്യം, എന്തൊരു ധൈര്യം, എന്തൊരു കൽപ്പ്, എന്തൊരു തേജസ്! സകല ലക്ഷണങ്ങളും ഈ രാക്ഷസരാജനിൽ വെട്ടിത്തിളങ്ങുന്നു. അഹോ രാക്ഷസരാജസ്യ സർവലക്ഷണയുക്തത എന്നാണ് പറയുന്നത്. എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയിരിക്കുന്നു. രാജാവിനും പരാക്രമിയായ ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ശക്തമായ അധർമ്മം ഇവനെ തീണ്ടിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ദേവേന്ദ്രൻ അടക്കമുള്ള സ്വർഗത്തെ കൂടി ഇവൻ പരിപാലിച്ചേനെ. ഇവന്റെ ക്രൂരകർമ്മങ്ങളാൽ ദേവന്മാര് മാത്രമല്ല ദാനവന്മാരും ഒക്കെ പേടിച്ചരണ്ടിരിക്കുകയാണ്. ഇവനൊന്ന് ക്രുദ്ധനായാൽ സകല ലോകവും ഒറ്റ കടലാവും, എല്ലാം വെള്ളത്തിലാക്കും എന്നുള്ളർത്ഥം. ഇങ്ങനെ രാവണപ്രഭാവം കണ്ട ഹനുമാന്റെ ചിന്ത പല വിധത്തിൽ അങ്ങനെ പോയി. ഇത് ചിന്താം ബഹുവിധാം അഗരോന്മദ്യമാൻ കവി. വളരെ ബുദ്ധിമതാം വരിഷ്ഠനായ ആ കവി ഉണ്ടല്ലോ ഹനുമാൻ, ഇങ്ങനെ പല വിധത്തിലുള്ള ചിന്തയെയും അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ ഓടി ഈ രാവണനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ അവസാനിക്കുന്നത്. ദൂരീകൃത സീതാർത്തി പ്രകടീകൃത രാമവൈഭവ സ്ഫൂർത്തി ദാരുത ദശമുഖകീർത്തിപ്പുരതോ മമ ഭാതു ഹനുമതോ മൂർത്തി.